അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി വരെ സക്രിയമായി സജീവമായി SFI പ്രവർത്തിച്ചതാണ്. ഇത് പറയാൻ വഴിയില്ല. പിന്നീട് പലപ്പോഴും എന്റെ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൽ ഈ പറയുന്ന CPI എന്ന പാർട്ടി അനുവർത്തിക്കുന്ന രീതികൾ, ശൈലി, അതൊക്കെ കണ്ട് ഇതൊക്കെ വേണമോ, ഇങ്ങനെയൊക്കെ ആകാമോ, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ച് വേണ്ട ഇതൊന്നും എന്ന നിലയ്ക്ക് കുറച്ചു കാലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടിക്കാലം LP സ്കൂൾ മുതൽ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച നമ്മുടെ ഗോകുൽദാസ്, അദ്ദേഹത്തിന്റെ പിതാവ് പഴയകാല ജനസംഘ പ്രവർത്തകനാണ്. എന്റെ അച്ഛൻ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ അന്നും സൗഹൃദമുണ്ട്. ഗോകുൽദാസിയുടെ അച്ഛനും എന്റെ അച്ഛൻ നല്ല കൂട്ടുകാരായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളും ആണയിക്കുള്ളതെന്ന് ഗോകുൽദാസി AVP സംഘം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാൻ SFI പാർട്ടി ഞാനും നടക്കും. പക്ഷെ ഞങ്ങൾ നമുക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ എന്റെ ഈ നിസ്സംഗ ഭാവം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാകാം ഗോകുൽദാസ് മെല്ലെ മെല്ലെ എന്നെ പിടികൂടാൻ തുടങ്ങി. എങ്ങനെയാ പിടികൂടിയത്? ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പോകുമ്പോഴൊക്കെ തർക്കങ്ങളൊക്കെ നടക്കും. AVP വേണ്ടി അവർ സംസാരിക്കും, SFI വേണ്ടി ഞാൻ സംസാരിക്കും. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇവൻ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ മനസ്സിലാക്കണം. പിന്നെ മാറി വന്നു. എന്റെ കയ്യിൽ ഒരു പുസ്തകം കൊണ്ടുവന്നു ഒരു ദിവസം. ആ പുസ്തകം രചിച്ചത് സ്വർഗീയനായ നമ്മുടെ എല്ലാം ആത്മീയാചാര്യനായ പരമേശ്വരൻ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഹിന്ദു ധർമ്മവും ഇന്ത്യൻ കമ്മ്യൂണിസവും. ഒരു പക്ഷെ നിങ്ങളിൽ എത്ര പേര് ആ പുസ്തകം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. എന്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. പേജുകളൊക്കെ ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ തരത്തിൽ എന്താണ് ഹിന്ദു ധർമ്മം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള പരമേശ്വരജിയുടെ കാവ്യാത്മകമായ ശൈലിയിലുള്ള എഴുത്ത്, ഇന്ത്യൻ കമ്മ്യൂണിസം അതിന്റെ അപജയം, അതിന് നമ്മുടെ ഈ ഭാരതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരമേശ്വരജി എഴുതിയ പുസ്തകം. ആ പുസ്തകം 2-3 തവണ 19 പേജ് ചെറിയ പുസ്തകമായിരുന്നു. ഞാൻ ആദ്യം വായിച്ച സംഘസാഹിത്യം അതാണ്. ആ പുസ്തകത്തിലൂടെയാണ് ഞാൻ സംഘത്തിലേക്ക് എന്റെ മനസ്സിനെ പറിച്ചു നടുന്നത്. അത് പറിച്ചു നടാൻ എന്നെ പ്രേരിപ്പിച്ചതാണ് എന്റെ പ്രിയ സുഹൃത്തായ ഗോകുൽദാസ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ സദാനന്ദൻ മാഷയെ സൃഷ്ടിച്ചത് ഗോകുൽദാസ്. ഗോകുൽദാസ് എന്ന ഒരു സുഹൃത്ത് എനിക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന സദാനന്ദൻ മാഷ് എന്ന് പറയുന്നത് അതുണ്ടാകുമായിരുന്നില്ല, ഉറപ്പാണ്. അത്രയേറെ ഒരു സംഘ സ്വയം സേവകൻ എന്ന നിലയിൽ എന്നെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിച്ചാണ്. രാജ്യസഭയിലേക്ക് MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ പലരും മോദിജി മാഷെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരുത്താണ്, അല്ല, എന്നെ കണ്ടെത്തിയ മറ്റൊരാളുണ്ട്, അതാണ് ഗോകുൽദാസ്. അപ്പൊ ആ നിലയ്ക്ക് സംഘ ജീവിതത്തിൽ എന്റെ ഗുരുസ്ഥാനത്ത് കൂടിയാണ്. ഞങ്ങൾ എല്ലാ ഉപയോഗിക്കും ആ നിലയ്ക്ക് എന്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. അപ്പൊ ആ രീതിയിൽ സംഘത്തിലേക്ക് ചൂടുവെച്ച് വന്ന ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. ഞങ്ങൾ ഇങ്ങനെ കൂട്ടായി 3-4 കോളേജ് ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് ശാഖ തുടങ്ങിയത് എന്റെ പ്രദേശത്ത്. അതിന് 2 വർഷം മുമ്പ് BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് 1982 ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മനസ്സുകൊണ്ട്, പക്ഷെ സംഘത്തിന്റെ ശാഖയിലേക്ക് പോകാൻ, ശാഖാ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അപ്പോഴും ഒരു മടിയായിരുന്നു. ഇത് വേണമോ? ആ മടിയെല്ലാം തീർത്തു തന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തരത്തിൽ ഒരുപക്ഷെ ഗോകുൽദാസ് മനസ്സിലാക്കുന്നോ BJPയുടെ പരിപാടിക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ ശാഖയോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ പ്രശ്നം കൊണ്ട് പ്രശ്നം. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയുണ്ടായിരുന്നു.
ഞാൻ ആ വായനശാലയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അവിടെയുള്ള ഒരു കലാസമിതിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ പ്രീ-ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ. കോളേജിൽ വിട്ട് വന്നാൽ നേരെ വായനശാലയിലേക്ക് പോകും. അന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായനശാല. നല്ല വായനക്കാരനോട് അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വായനശാല, തുടർച്ചയായി 4 വർഷം. ആ കൂട്ടത്തിൽ അക്കിത്തം, മഹാകവി അക്കിത്തം എഴുതിയ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു. അക്കിത്തം എഴുതിയ ലേഖനത്തിന്റെ പേരും ഭാരതീയ സംസ്കൃതിയുടെ വൈശിഷ്ട്യം എന്ന് അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ തലക്കെട്ട്. അക്കിത്തത്തെ കുറിച്ച് നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ഭാരതീയ ദർശനങ്ങളോട് മമത വർദ്ധിച്ചതും അതിന്റെ വക്താവായി മാറിയതും. പിന്നെ അദ്ദേഹം നമ്മുടെ തപസ്യയുടെ അധ്യക്ഷനൊക്കെയായി മാറി. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പരമേശ്വരയുടെ ആത്മസുഹൃത്തായിരുന്നു അക്കിത്തം. അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ എന്താണ് ഭാരതീയ സംസ്കാരം, അതിന്റെ വൈശിഷ്ട്യം എത്രത്തോളം ഉണ്ട്, അതിന്റെ ശക്തിയും കരുത്തും എത്രമാത്രമുണ്ട്, ഉണർന്ന ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ദർശനങ്ങളാണ് ഭാരതീയ ദർശനങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനമായിരുന്നു. അതും 2-3 തവണ ഞാൻ വായിച്ചു. പിന്നെ മറ്റനേകം സാഹചര്യങ്ങളുണ്ട്. സംഘത്തിൽ കാലുറപ്പിച്ച് നോക്കിയ സാഹചര്യങ്ങൾ. 1984 ഞങ്ങളുടെ പ്രദേശത്ത് സംഘ ശാഖ ആരംഭിക്കുന്നത്. ശാഖയിലേക്കൊക്കെ പോകാൻ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. ഞാൻ ഗുരുദാസിൽ 2-3 പേര്. ഗുരുദാസിൽ അനിയൻ ദേവദാസ് ഒരു തീപ്പൊരി പ്രാസംഗികമൊക്കെ ആയിരുന്നു കോളേജിലേക്ക് പിടിക്കും. അങ്ങനെയുള്ള 3-4 പേര് ഞങ്ങളുടെ തെരുവിലൂടെ റോഡിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആ കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ മുമ്പിലൊക്കെ കൂടി നിൽക്കുന്ന സഖാക്കൾ, ഞങ്ങളുടെ പ്രദേശം ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് ആഗ്രഹിക്കുന്നു, ഒരു മൂടലാണ്. ആരെങ്കിലും ഒരാൾ മൂടും, ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ തലയാട്ടും. പിന്നെ മറ്റു പല വിക്രികളുമാണ്. അതൊന്നും എനിക്കിവിടെ കാണിക്കാനും പറയാൻ കഴിയില്ല. ചിലർ കാർക്കിച്ച് നോക്കും ഞങ്ങൾ കാണുമ്പോ. ചില ആളുകൾ അടുത്തോട്ട് വന്ന് ശരീരമൊക്കെ ഒന്ന് പിടിച്ച് ഇങ്ങനെ അരക്കെട്ടൊക്കെ ഒന്ന് തപ്പിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് പതറിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഓരോരുത്തരെ കാണുമ്പോൾ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി സ്വകാര്യമായി ഈ പരിപാടി നിർത്തിക്കൊള്ളണം കേട്ടോ, അല്ലെങ്കിൽ വേറെ അറിയും എന്ന് പറയും. പക്ഷെ ഞങ്ങളൊന്നും ചിന്തിക്കൊള്ളാം. ശാഖ തുടങ്ങി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നാട്ടിൽ ആഘോഷിക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ജയന്തിക്ക് തലേ ദിവസം മനോഹരമായി തെരുവലംഘിക്കും. പിറ്റേ ദിവസം കാലത്ത് വരുമ്പോൾ വൃത്തിയായി എടുക്കുന്നുണ്ടാവും ആ തെരുവ്. ഒരു കൊടി പോലും അവിടെ ഉണ്ടാവില്ല. വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടാവും. ആ ഒട്ടിച്ച പശയുടെ അടയാളം പോലും അവിടെ ഉണ്ടാവില്ല. അത്രയും മനോഹരമായി അവർ വൃത്തിയാക്കി. ഇതായിരുന്നു നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു സ്വഭാവം. ആദ്യം സ്നേഹഭാവത്തിൽ, മോനെ നിന്റെ അച്ഛൻ പഠിച്ച കമ്മ്യൂണിസ്റ്റുകാരനല്ല, നിന്റെ അച്ഛൻ ഞങ്ങളൊക്കെ പഠിപ്പിച്ച മോനല്ല, നീ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തലതിരിഞ്ഞു പോയില്ല, അതൊന്നും പാടില്ല, ഇപ്പൊ നല്ല കുട്ടിയാവണമെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ സംസാരിക്കും. അപ്പൊ നല്ല കുട്ടിയാവണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോ നല്ല കുട്ടിയല്ല. എന്താ കാരണം? ശാഖയിൽ പോകുന്നത് നല്ല കുട്ടിയുടെ ലക്ഷണമല്ല. വർഗീയവാദി, ഫാസിസ്റ്റ്, സമർപ്പണ മുഖേശി, അക്രമകാരി, ഗാന്ധിയെ കൊന്നവൻ അല്ലേ? നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണ്. ആ നിലയ്ക്ക് സമൂഹത്തിൽ നികൃഷ്ട ജീവികൾ എന്ന പരിഗണന മാത്രം ലഭിച്ചുകൊണ്ട് വർഷങ്ങളോടെ ഞങ്ങൾ പ്രവർത്തിച്ചു. വർഷങ്ങളോടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രകോപനങ്ങൾ ഉണ്ടാകും, അതിന്റെ ചില പ്രതികരണങ്ങൾ ഉണ്ടാകും. വന്ന് അവരുടെ ലക്ഷ്യപൂർത്തി നിൽക്കാണ്. ഒരു ദിവസം രാത്രി സഹോദരിയുടെ വിവാഹ കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ചു വരുന്നവരേക്ക് ബസ് ഇറങ്ങി ഉടനെ അവിടെ നിന്ന് പിടിച്ചു വരും. വാ മോനെ എന്നാണ് അവരെന്നെ വിളിച്ചത്. എനിക്കത് വിട്ടായിട്ട് ഓർമ്മയുണ്ട്. വാ മോനെ എന്ന് പറഞ്ഞാണ് പിടിക്കുന്നത്. പിടിച്ച് റോഡിൽ കിടത്തി കാര്യങ്ങൾ സാധിച്ചു പോയി. 2 കാലുകളും മുട്ടിന് കീഴിൽ നഷ്ടപ്പെട്ട കാഴ്ച ഞാൻ കണ്ടു. പതറിപ്പോവും, ഭയന്നു പോകും, നിലവിളിച്ചു ഞാൻ. പക്ഷെ അടുത്ത നിമിഷം എനിക്ക് കരുത്ത് തിരിച്ചു കിട്ടി. മുറിച്ചു മാറ്റപ്പെട്ട 2 കാലിന്റെ അവശിഷ്ടം കൂടിയാണെന്ന് ഞാൻ എടുത്തത്. വലിച്ചെറിയായിരുന്നു എന്നാണ് പിന്നെ അറിഞ്ഞത്. ആ
സ്ഥലത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ബോംബടിച്ചു. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനതൊന്നും വിശദീകരിച്ച് നിങ്ങളുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണോ ഈ അനുഭവം ഉണ്ടായത്? നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും നിങ്ങൾ പോയാൽ കൈയില്ലാത്തവരെ കാണാം, നട്ടല് തകർന്നവരെ കാണാം, കണ്ണ് നഷ്ടപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ട അന്ധന്മാരെ ജീവിക്കുന്നവരെ കാണാം, വിവാഹ ജീവിതം വിധിച്ചിട്ടില്ലാത്ത സഹോദരിമാരെ നിങ്ങൾക്ക് കാണാം. വെറുതെയല്ല, കല്യാണ ആലോചനയുമായി ഏതെങ്കിലും ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നാൽ തിരിച്ചു പോകുന്ന വഴിക്കാരെ പറ്റി എവിടെ പോയത്? ഇന്നാളുടെ വീട്ടില. നന്നായി. എന്തേ? ഒന്നുമില്ല, നന്നായി. ഇത്രയും കേട്ടാൽ മതിയോ? പിന്നെ പറയും അവൻ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ സഹോദരൻ ഇന്നാള് ക്രിമിനലാണ്, RSSന്റെ ഗുണ്ടയാണ്. ആലോചിച്ചിട്ടൊക്കെ മതി. ഈ കേൾക്കുന്നതാണ് പിന്നെ അടുത്ത നിമിഷം കിട്ടിയ വാഹനത്തിന് സ്ഥലമുണ്ട്. അങ്ങനെ എത്ര സഹോദരിമാരെന്ന് നിങ്ങൾക്കറിയാം. വിവാഹ ജീവിതം നിഷേധിക്കപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിമാർ ചിലപ്പോഴെങ്കിലും നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ പേരിൽ മാത്രം തടവറ വിൽക്കേണ്ടി വന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ ഇന്നുണ്ട്. ഇവരെല്ലാം ഓർത്ത് കണ്ണീരോടെ കഴിയുന്ന അമ്മമാരുണ്ട് നമുക്ക് ചുറ്റും. ഇപ്പോഴും ഒക്കെ വീടുകളിൽ പോയിട്ടുണ്ട്. 100-100ഓളം 100-നടുത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. വാടിയ രാമകൃഷ്ണന്റെ ധർമ്മപത്നി, പ്രായം ചെന്ന അമ്മയാണ്. ഞാൻ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യം പോയത് ആ അമ്മയെ കാണാൻ, രാമകൃഷ്ണൻ ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു. ദളിത വിഭാഗത്തിൽപ്പെട്ട തയ്യൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തെ തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കടയിൽ, തലശ്ശേരി വാടിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് തയ്യൽ കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ 10-40ഓളം പേര് ജാഥയായി വരികയും അദ്ദേഹത്തെ കടയിൽ നിന്ന് പിടിച്ച റോഡിലേക്ക് വലിച്ചെടുക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം മരിച്ചില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. എന്തിന്റെ പേരിൽ? അക്കാലത്ത് പിണറായി സംഘത്തിന്റെ ശാഖ ഉണ്ടായിരുന്നു. 1967-69 പിണറായി സംഘശാഖ നടത്താൻ ചുമതലപ്പെടുത്തിയ കാര്യകർത്താവായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ. 10-60 പേര് പിണറായി ശാഖയിൽ വന്നിരുന്നു. 69 നിങ്ങൾക്ക് ഒരുപക്ഷെ പറയുമ്പോൾ അതിശയോക്തിയായി തോന്നാം. പിണറായി പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബീജാവാദം നടത്തിയത്. അതേ പിണറായിയിൽ, അതേ പാറപ്പുറത്ത് അതിലും വലിയൊരു തമാശയുണ്ട്. നമ്മുടെ സംഘശാഖ കൂടാനായി സ്ഥലം നമുക്ക് നൽകിയത് ആ പിണറായിയിലെ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ സ്വന്തം സ്ഥലമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ മുസ്ലിം വർഗീയവാദികളാണ് അല്ലേ? മുസ്ലിം വിരുദ്ധരാണ് നമ്മൾ. അവരുടെ കാഴ്ചപ്പാട് മുസ്ലിങ്ങളെ കണ്ട ഉടനെ കടിച്ചു നിന്നുന്ന ആളുകളാണ് നമ്മൾ, സംഭരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നമ്മുടെ ശാഖ പിണറായിയിൽ തുടങ്ങാൻ നമുക്ക് ആദ്യമായി സ്ഥലം തന്നത് അവിടുത്തെ പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ്. നമ്മൾ ഓർക്കണം, നമ്മളിത് പറയണം ഈ നാട്ടുകാർ. അവർ നമ്മുടെ ശാഖ പ്രവർത്തനത്തെ അനുകൂലിച്ചു, സഹകരിച്ചു. പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് നമ്മളെ സഹിക്കാനായില്ല. ആ അസഹിഷ്ണുതയാണ് രാമകൃഷ്ണന്റെ കൊലപാതകം കലാശിച്ചത്. ഇന്ന് രാമകൃഷ്ണന്റെ കുടുംബക്കാരെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. രാമകൃഷ്ണൻ ഇല്ല എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിൽ വ്യവസായത്തിലൊക്കെ ഏർപ്പെട്ട് ജീവിതം നിർത്തിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ സംഘ ആദർശത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ രാമകൃഷ്ണന്റെ ധർമ്മപത്നി കുടുംബാംഗങ്ങൾ തയ്യാറായില്ല. ഇന്നും അവർ സംഘത്തോടൊപ്പമാണ്. KML സതീശൻ എന്ന് പറയുന്ന സംഘത്തിന്റെ ജില്ലാ ചുമതലയുണ്ടായിരുന്ന ശാരീരികമുണ്ടായിരുന്നു. തലായി കടപ്പുറത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന കുടിലിൽ പിറന്നു വളർന്നു വന്ന ഒരു കാര്യകർത്താവ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ ഇന്ന് നമ്മോടൊപ്പമില്ല. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. ഈ നിലയ്ക്ക് തലശ്ശേരിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സംഘത്തെ നയിക്കുകയും കുരുതിക്കളമാക്കുകയും ചെയ്ത കൂട്ടരാണ്. നമ്മൾ ഓർക്കണം, ഇന്ന് തലശ്ശേരി നഗരസഭയിൽ 7 കൗൺസിലർമാർ നമ്മുടേതായി ജയിച്ചു വന്നിട്ടുണ്ട്.
19-20 ഇടങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. എവിടെയാണോ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാൻ വേണ്ടി ഈ കാട്ടാളന്മാർ പരിശ്രമിച്ചത്, അതേ മണ്ണിൽ കാവി പതാക ഉയർത്തുന്ന അനേകായിരം കർമ്മധീരന്മാരെ നമുക്ക് തലശ്ശേരിയിൽ കാണാം. നമ്മുടെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഹരിത കുങ്കുമ പതാക ഉയർത്തിപ്പിടിച്ച് ഭാരത മാതാവിന് ജയകാരം മുഴക്കാൻ 100 കണക്കിന് 1000 അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അണിനിരക്കുന്ന പ്രദേശമായി ഇന്ന് തലശ്ശേരി പരിസര പ്രദേശങ്ങൾ മാറിക്കഴിഞ്ഞു. നമുക്ക് ശക്തീകരണങ്ങളുണ്ട് തലശ്ശേരി, പാനൂരിൽ, പുത്തുറമ്പ്. പക്ഷെ അവിടെ ആരും നമ്മുടെ അല്ലാത്ത ഒരാളെ പോലും അവരുടെ രോഗത്തിന് പോലും കേടുവരുത്താറില്ല. നമ്മൾ അവരോട് സഹോദരത്വ ഭാവത്തോടെ സ്നേഹത്തോടെയാണ് നാം പെരുമാറുന്നത്. ഇതാണ് നമ്മുടെ ശൈലിയിൽ നമുക്ക് കിട്ടുന്നത്. തിരിച്ച് ഞാൻ ഇന്നലെ അവിടെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, 1-2 പേരുകളെങ്കിലും നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. സ്നേഹമുണ്ട്. ജയകൃഷ്ണൻ മാഷെ നമുക്ക് മറക്കാൻ കഴിയില്ല. കൊച്ചു കുട്ടികളുടെ മുന്നിലാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നത്. ഇന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന 16 പേരും മനോവിഭ്രാന്തി അനുഭവിക്കുന്ന, ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന വിഷാദ രോഗികളായി മാറിപ്പോയ 10-17ഓളം ആളുകൾ ഇന്ന് കണ്ണൂരിൽ ജീവിക്കുന്നുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്തത്. കാരണം അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഈ ഒരു ക്രൂരമായ കൃത്യം, തങ്ങളുടെ പ്രിയപ്പെട്ട മാഷിനെ വെട്ടി കൊല്ലുന്നത് കണ്ട കൊച്ചു മനസ്സ് എവിടെയാണ്, എപ്പോഴാണ് ആ മനസ്സിൽ തിരയടങ്ങുക? ഇതാണ് കണ്ണൂരിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഇന്നലെ നാരായണീച്ചിയുടെ കഥ പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും. ചാവശ്ശേരി ഉത്തമൻ എന്ന പേരുള്ള സംഘകാര്യകർത്താവ് ബസ് ഡ്രൈവറാണ്, ഉശ്ശിരനാണ്, കരുത്തനാണ്, ഭയദേശമില്ലാതെ സംഘകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ ഇരട്ടി എന്ന് പറയുന്ന നഗരത്തിലേക്ക് ബസ് പ്രവേശിക്കുന്നതിന് മുമ്പ് വിജനമായ ഒരു സ്ഥലമുണ്ട്, കിഴൂർക്കുന്ന് എന്നാണ് പറയുക. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തെ പ്രശാന്തി ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായി ബസ്സിൽ കയറിയ 5-8 പേര് ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് ചെന്ന് വാൾ കഴുത്തിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തിയില്ല. വണ്ടി എടുത്തു. ഇവർ പിടിവലി തുടങ്ങി. ആയാസപ്പെട്ട് വണ്ടി നിയന്ത്രിച്ച് ഒരു റോഡ് സൈഡിലുള്ള ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചു നിർത്തി. ഉടനെ അദ്ദേഹത്തെ പിടിച്ച് സീറ്റിൽ നിന്ന് പിടിച്ച് ബസ്സിൽ കിടത്തി ഉത്തമേടിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തില്ലങ്കി പല ഭാഗത്തും സ്വയംസേവക അമ്മമാരൊക്കെ പോയിരുന്നു. അങ്ങനെ പോയ ഒരു അമ്മയാണ് അമ്മുമ്മ. തില്ലങ്കേരി പഠിക്കച്ച എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മുമ്മ നമ്മുടെ പ്രവർത്തകരോടൊപ്പം ശവസംസ്കാര ചടങ്ങ് തിരിച്ച് വരുന്നത് ഒരു ജീപ്പിലായിരുന്നു. ജീപ്പിന്റെ മുൻഭാഗത്ത് അമ്മയിരുന്നു. ആ ജീപ്പ് തടയുന്നു. തടഞ്ഞതിന് ശേഷം കയ്യിലുള്ള ബോംബെറിയാൻ ഓങ്ങി അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ചെയ്യലേടാ എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ രാക്ഷസ മനസ്സ് ഉള്ളിലുള്ള ആൾക്ക് ആ അമ്മയുടെ രോദനം അവരുടെ ക്രൗര്യത്തെ അല്പം പോലും പിന്നോട്ട് എടുപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, ബോംബെറിഞ്ഞു. അമ്മയുടെ നെഞ്ചത്തേക്ക് തന്നെ എറിഞ്ഞു. അമ്മയുടെ നെഞ്ചത്തേക്ക് പോകുന്നത്, നെഞ്ചിൽ കൂടി തകർത്തുകൊണ്ടാണ് ആ അമ്മ മരിച്ചത്. അവിടെ കഴിഞ്ഞില്ല. ഉത്തമേട്ടൻ കൊല്ലപ്പെടുമ്പോൾ 4 വയസ്സ് മാത്രമുള്ള കൊച്ചുകുട്ടിയായിരുന്നു രമിത്ത് എന്ന് പറയുന്ന സഹോദരൻ. 4 വയസ്സ് മാത്രമായിരുന്നു. 2016 അധികാരമേറ്റ പിണറായി വിജയന്റെ വിജയാരവങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന നാടുകളിൽ ഒരു ദിവസം ഒരുത്തൻ രമിത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഏതാണ്ട് വിളിച്ചതിന് സമയത്ത് ശരി വെള്ളം പിടിച്ച് ഗ്ലാസ് അവിടെ തിരിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞില്ല. രമിത്തിന്റെ നിലവിളിയാണ് പിന്നീട് നാരായണീച്ച് കേട്ടത്. വീട്ടിന്റെ തൊട്ട് മുന്നിൽ വെച്ച് രമത്തിനെ പിടികൂടി വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ്. ആ വെട്ടുന്ന കൂട്ടത്തിൽ ഒരാൾ 1/2 മണിക്കൂർ മുമ്പ് വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ച് വാങ്ങി കുടിച്ചു പോയ ആളാണ് എന്നാണ് കണ്ടു ഞെട്ടലോടെ. അമ്മ ഇപ്പോഴും ആ കാര്യം പറഞ്ഞ് കരയും. എന്റെ മകനെ വെട്ടിക്കൊല്ലാൻ വന്നവന് വെള്ളം കൊടുത്ത പാപം ഏറ്റുവാങ്ങുന്ന ആളാണ്, ആ പാപം അനുഭവിക്കുന്ന ആളാണ്. ഇത് ഞാൻ എവിടെ കൊണ്ടുവന്നു കൊടുക്കും? അമ്മയ്ക്കറിയില്ല ഈ വെള്ളം ചോദിച്ചു വന്നവൻ എന്റെ മകന്റെ ഘാതകനായിരുന്നു അറിയുമായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ ഒരുപക്ഷെ മാഷ് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചിലർക്ക് ചിന്തിച്ചു. ഇത് സത്യമാണ്.
നമുക്കറിയാവുന്ന നാദാപുരത്ത് ഭാസ്കരൻ മാഷ് ആദിവാസി വിഭാഗത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് സമരങ്ങൾ നടത്തി ആ സഹോദരങ്ങൾ ഉദ്ധരിക്കാനായി പ്രവർത്തിക്കുക. അദ്ദേഹം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പനിച്ച് വിറച്ച് കിടക്കുമ്പോഴാണ് പാതിരാത്രിയിൽ വീട്ടിൽ മുട്ടി വിളിച്ച് വെള്ളം ചോദിച്ചെടുക്കുന്നത്. ഈ വെള്ളം ചോദിക്കാനാണ് പ്രധാന പരിപാടി. വെള്ളം ചോദിച്ചൊന്ന് വെള്ളം കൊടുക്കാതെ തിരിഞ്ഞ മാഷ് നടക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് വെട്ടുകയാണ്. വീട്ടിൽ ഭാര്യയുടെ മുന്നിൽ വെച്ച് മകന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ഭീതിതമായ, ഞാനിതൊന്നും പറയുന്നത് ഇപ്പൊ അന്തരീക്ഷമൊക്കെ മാറി, അത് മറന്നുകൊണ്ടല്ല. എന്നെ MP ആയി നിയോഗിച്ചതിന് ശേഷം പത്രക്കാരൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് പഴയ കാര്യങ്ങളൊന്നും നമ്മൾ ചികിത്സകഞ്ഞെടുത്ത് ചർച്ച ചെയ്യേണ്ടതില്ല, കാലം മാറിയിരിക്കുകയാണ്, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം മാറ്റിക്കൊണ്ട് അത് ശാശ്വതമായി നിലനിൽക്കണം. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വീണ്ടും കാലുഷ്യം ഉണ്ടാക്കരുത് എന്ന് മാധ്യമപ്രവർത്തനത്തോട് അഭ്യർത്ഥിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കുടുംബ സദസ്സിൽ ഞാനിത് എൻ്റെ സഹോദരങ്ങളോട് അമ്മമാരോട് ഒക്കെ പറയുന്നത് അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലത്തെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നേറുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് ഭാരതം ഒരു ശക്തി സ്തംഭമായി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ആരാധ്യനായ മോദിജി ഗുജറാത്തിൽ നിന്ന് വിജയിച്ച് പാർലമെന്റ് അംഗമായി കേവല ഭൂരിപക്ഷം നേടിയ പാർട്ടിയുടെ നേതാവായി ഡൽഹിയിൽ വന്ന ആദ്യ ദിവസം കാലുകുത്തിയ ഉടനെ അദ്ദേഹത്തെ അനുമോദിക്കാൻ കൂടി വന്ന 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ മൈക്കെടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്, എന്റെ ഈ വിജയം, പാർട്ടിയുടെ ഈ വിജയം കേരളത്തിലെ ബലിദാനികൾക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു. അത്രയേറെയാണ് നമ്മൾ സഹിച്ചത്. ആ സഹനത്തിന്റെ ഫലം. ഞാനിപ്പോ പാർലമെന്റിൽ MP ആയി പ്രസംഗിച്ചതും എനിക്ക് പ്രസംഗിക്കണം എന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടല്ല. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുക എന്നൊരു നടപടിക്രമമുണ്ട്. അത് നടത്തേണ്ടതിന്റെ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് രാജ്യസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നെ മേൽപ്പെട്ട് വിളിക്കുന്നത്. ഒരു കുറിപ്പ് തരികയാണ് എനിക്ക്. ആ കുറിപ്പിൽ പാർട്ടിയുടെ പാർലമെന്ററി കാര്യമന്ത്രിയായിട്ട് കിരൺ റിജിജുയുടെ കുറിപ്പായിരുന്നു. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മാഷാണ്. 20-30 മിനിറ്റ് നേരം സംസാരിക്കണം. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാനാകെ അമ്പരന്ന് പോയി. ഇതെന്താണ്? ആദ്യമായി രാജ്യസഭയിൽ ഇത് കടന്നു ചെന്ന ഞാൻ 1 മാസം കഴിയുന്നേക്കും 2ാമത്തെ സെഷൻ. ഈ സമയത്ത് ഏറ്റവും ആധികാരികമായി നടത്തേണ്ട ഒരു പ്രസംഗത്തെ എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് ആ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കുറച്ചു നേരം സാധിച്ചില്ല. ആകെ അന്താളിച്ചു പോയി. എന്താണ്? രാജ്യസഭയാണ്, ഏറ്റവും ചരിത്രപരമാകേണ്ട ഒരു പ്രസംഗമാണ്. ഞാൻ ഇടവേള കിട്ടിയപ്പോൾ അന്ന് കിരൺ റിജിജു സഭയിലില്ല, മുരുകൻജിയാണ് സഹമന്ത്രി. അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം പറയാണ്, മുരുകൻജി ഞാൻ എന്ത് ചെയ്യണം മുരുകൻജി, ഞാൻ എന്താണ്, അതൊക്കെ മാഷ് തീരുമാനിച്ചോളൂ, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് മാഷ് തീരുമാനിച്ചോളൂ. ഇങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം, ബ്രാൻഡ് ചെക്ക് എന്നൊക്കെ പറയുന്നില്ലേ, അതെനിക്ക് തരികയാണ്, സംസാരിച്ചോളാം.